നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സിമന്റ് കയറ്റി വരികയായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറിയുടെ ചക്രത്തിൽ തീ പടർന്നു പിടിച്ചത് പരിഭ്രാന്തി പടർത്തി. തിങ്കളാഴ്ച കാലത്ത് 7:25 ചാലിശ്ശേരി സെന്ററിലായിരുന്നു സംഭവം. പാലക്കാട് നിന്നും തൃശൂർ ഭാഗത്തേക്ക് സിമന്റ് കയറ്റി പോവുകയായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. 12 ചക്രങ്ങളുള്ള ലോറിയുടെ പിറകുവശത്തെ ചക്രങ്ങളിലൊന്നിൽ തീ പടർന്നു പിടിക്കുകയായിരുന്നു. പുകയും തീയും ഉയരുന്നത് കണ്ട് ലോറി ഡ്രൈവർ ലോറി നിർത്തി ചാടിയിറങ്ങി. ചാലിശ്ശേരി സെന്ററിലെ ചുമട്ട് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഉടൻ തന്നെ വെള്ളം കോരിയൊഴിച്ച് തീയണച്ചതിനാൽ അപകടം ഒഴിവായി. വലിയൊരു ദുരന്തമാണെന്ന കാലത്ത് ഇവിടുന്ന് മെയിൻ റോഡ് ചാലിശ്ശേരിയിൽ ഒഴിവായി കിട്ടിയിരുന്നു. കാരണം ഒരു സിമെൻ്റായിട്ട് വന്ന ലോറി പാലക്കാട് നിന്ന് വന്ന വണ്ടിയായിരുന്നു. അതിൻ്റെ ടയർ അലക്കിയിട്ട് തീയെന്ന് പറയാൻ തുടങ്ങി. ടയർ മൊത്തം കത്തി. അങ്ങനെ യൂണിയൻകാരും നാട്ടുകാരും ഇവിടെ കൂടുതൽ ആൾക്കാരുണ്ടാവില്ല. ഇവിടെ ഓട്ടോറിക്ഷക്കാർ യൂണിയൻകാരും മാത്രം വന്നിട്ടുണ്ടായിരുന്നു. സമയം ഒരു 7 മണി നേരത്താണ്, 7 മണി 7:10 നേരത്ത്. ഓട്ടോറിക്ഷക്കാർ യൂണിയൻകാരും മാത്രം സെൻറ്ററിൽ കാര്യമായിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എല്ലാവരുടെ ഇടപെടൽ കൂടിയിട്ട് ആ ഒരു വലിയൊരു ദുരന്തം ഒഴിവായി. ചാലിശ്ശേരിനെ ആകെ പൊട്ടി തീർച്ചിരുന്നു. കാരണം വണ്ടി കത്തി, ഡ്രൈവറൊക്കെ ഇറങ്ങി കൂട്ടി, ജനങ്ങളൊക്കെ പരിഭ്രാന്തിയിലായി. അങ്ങനെ വലിയൊരു ദുരന്തം അങ്ങനെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി പറ്റി. അതിൻ്റെ ഒരു സംതൃപ്തിയിലാണ് ഇപ്പോൾ നാട്ടുകാരും എല്ലാവരും. കൽപ്പകഞ്ചേരിയിൽ ഹജ്ജിന് പോയ തക്കം നോക്കി കവർച്ച നടത്തിയ മോഷ്ടാവിനെ മണിക്കൂറുകൾക്കകം പിടികൂടി കൽപ്പകഞ്ചേരി പോലീസ്. ഒരു തരി പൊന്നുപോലും നഷ്ടമാകാതെ മോഷ്ടാവിനെ കൈയോടെ പൊക്കിയ പോലീസിനെ കൈയടിച്ച് നാട്ടുകാർ. വളവന്നൂർ വരമ്പനാല തയ്യൽപ്പടി കുറുക്കോളി മുഹമ്മദ് ബഷീറിന്റെ വീട്ടിൽ കവർച്ച ചെയ്ത കേസിൽ എടപ്പാൾ കാലടി സ്വദേശി നടുത്തൊടിയിൽ സലാമിനെയാണ് കൽപ്പകഞ്ചേരി SHO കെ സുശാന്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച വീടിന്റെ പുറകുവശത്തെ ഗ്രില്ലിലെ പൂട്ട് തകർത്താണ് പ്രതി മോഷണം നടത്തിയത്. കഴിഞ്ഞ മാസം 17-നാണ് ബഷീറും ഭാര്യയും വീട് പൂട്ടി ഹജ്ജിന് പോയത്. ഇടവിട്ട ദിവസങ്ങളിൽ വരമ്പനാലയിൽ താമസിക്കുന്ന മകൾ വീട്ടിലെത്താറുണ്ട്. വെള്ളിയാഴ്ച രാത്രി 7 മണിയോടെ ഇവർ വീട് പൂട്ടി പോയതായിരുന്നു. ശനിയാഴ്ച രാവിലെ ലൈറ്റുകൾ ഓഫാക്കാൻ മരുമകൻ അഷ്റഫ് എത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിയുന്നത്. 9 വാച്ചുകൾ, മൊബൈൽ ഫോണുകൾ, ലക്ഷത്തിലേറെ രൂപയും സലാമിൽ നിന്ന് ലഭിച്ചു. പ്രതി വരമ്പനാലയിൽ വാടകയ്ക്ക് താമസിക്കുന്നയാളാണ്. ആ സമയത്ത് നിർത്തിയിട്ട പരിചയമില്ലാത്ത സ്കൂട്ടറിന്റെ ഫോട്ടോയെടുത്ത ബഷീറിന്റെ അയൽവാസിയും പ്രവാസിയുമായ സലാമിന്റെ അവസരോചിത പ്രവൃത്തിയാണ് മോഷ്ടാവിനിലേക്ക് പോലീസിന് വഴികാട്ടിയായത്. CCTV ന്യൂസ്, തൃത്താല. ചാലിശ്ശേരി പെരുമണ്ണൂരിൽ ഒറ്റ ദിവസം കൊണ്ട് കിണർ വറ്റിവരണ്ടുണങ്ങിയ പ്രതിഭാസം ഭൂചലനം മൂലമെന്ന് കണ്ടെത്തൽ. കിണറിനും പരിസരത്തും ഭൂജല വകുപ്പ് വിദഗ്ധ സംഘം നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. പെരുമണ്ണൂർ പൊന്നത്ത് വളപ്പിൽ കുഞ്ഞാന്റെ വീട്ടിലെ കിണറാണ് വറ്റി വരണ്ടുണങ്ങിയത്. കിണറിനകത്ത് കുഴിച്ച കുഴൽക്കിണർ മൂലം ഭൂചലന സമയത്ത് ഭൂമിക്കടിയിലെ പാറകൾക്കിടയിൽ വിള്ളലുകൾ രൂപപ്പെട്ടുവെന്നും ഈ വിള്ളലുകളിലൂടെ വെള്ളം പൂർണ്ണമായും ചോർന്നുപോയി എന്നുമാണ് കണ്ടെത്തൽ. അരക്കിണറിലധികം വെള്ളമുണ്ടായിരുന്ന കിണറാണ് ജൂൺ 16 ഞായറാഴ്ച പുലർച്ചെ 3:55-നുണ്ടായ ഭൂമി കുലുക്കത്തെ തുടർന്ന് പൂർണ്ണമായും വറ്റിയത്. അന്ന് രാവിലെ ടാങ്ക് നിറയ്ക്കാൻ മോട്ടോർ ഓണാക്കിയെങ്കിലും വെള്ളം ലഭിച്ചില്ല. തുടർന്ന് വീട്ടുകാർ മോട്ടോർ തകരാറെന്ന് കരുതി റിപ്പയർ ചെയ്യാൻ ആളെ വരുത്തിയ ശേഷം കിണറിൽ നോക്കിയപ്പോഴാണ് വെള്ളമില്ലെന്ന വിവരം അറിയുന്നത്. തുടർന്നാണ് പ്രദേശത്ത് ഭൂജല വകുപ്പ് വിദഗ്ധർ പരിശോധന നടത്തിയത്. സമീപത്തെ ഇസ്മയിൽ പെരുമണ്ണൂരിന്റെ വീട്ടുകിണറിലും സമാന രീതിയിൽ ചോർച്ച സംഭവിച്ചിട്ടുള്ളതായും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. CCTV ന്യൂസ്, തൃത്താല. സംസ്ഥാനത്ത് 1-ാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾക്ക് തുടക്കമായി. പ്രവേശനോത്സവത്തോടെയായിരുന്നു ക്ലാസുകൾ തുടങ്ങിയത്. 3.25 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് +1 പ്രവേശനം നേടിയിരിക്കുന്നത്. സംസ്ഥാനത്ത് 1-ാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾക്കാണ് ഇന്നു മുതൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. 3,22,147 കുട്ടികളാണ് ഇത്തവണ +1ലേക്ക് പ്രവേശനം നേടിയിരിക്കുന്നത്. മുഖ്യ അലോട്ട്മെന്റ് വെള്ളിയാഴ്ചയാണ് പൂർത്തിയായത്. മെറിറ്റിൽ ഇനി അവശേഷിക്കുന്നത് 41,222 സീറ്റുകളാണ്. ഇവ ഉൾപ്പെടുത്തി സപ്ലിമെന്റ് അലോട്ടും ഉടൻ നടത്തും. ഓരോ സ്കൂളുകളും മിച്ചമുള്ള സീറ്റുകളുടെ പട്ടിക ജൂലൈ 2-ന് ഹയർ സെക്കൻഡറി വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അലോട്ട്മെന്റ് ലഭിക്കാത്തവർ സ്കൂളുകളിൽ മിച്ചമുള്ള സീറ്റുകളുടെ പട്ടിക പരിശോധിച്ച് അപേക്ഷ പുതുക്കണം. പുതുക്കാത്തവരെയും അലോട്ട്മെന്റ് ലഭിച്ചിട്ടും സ്കൂളിൽ ചേരാത്തവരെയും തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല. പുതിയ അപേക്ഷ നൽകാനും സപ്ലിമെന്ററി ഘട്ടത്തിൽ അവസരമുണ്ട്. ഭിന്നശേഷിക്കാർക്ക് അധികമായി അനുവദിച്ച സീറ്റുകൾ ഉൾപ്പെടെ ഏകജാലകം വഴിയുള്ള മെറിറ്റ് സീറ്റുകൾ 3,09,142 മുഖ്യ അലോട്ട്മെന്റിൽ 3,05,554 സീറ്റുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. തിങ്കളാഴ്ച പ്രവേശനോത്സവത്തോടെയായിരുന്നു 1-ാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ ആരംഭിച്ചത്. വിദ്യാലയങ്ങളിൽ വിവിധ പരിപാടികളും ഇതിന്റെ ഭാഗമായി നടന്നു. മലബാർ മേഖലയിൽ 80,000-ലധികം വിദ്യാർത്ഥികൾ സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുമ്പോൾ കൂടിയാണ് +1 ക്ലാസുകൾ ആരംഭിച്ചിട്ടുള്ളത്. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം.
ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. തൃത്താല മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ശ്രദ്ധേയമായി. വൃക്ഷത്തൈകൾ നൽകിയായിരുന്നു +1 വിദ്യാർത്ഥികളെ +2 വിദ്യാർത്ഥികൾ വരവേറ്റത്. മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വ്യത്യസ്തമായ രീതിയിലായിരുന്നു +1 വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് +2 വിദ്യാർത്ഥികൾ +1 വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈ നൽകിക്കൊണ്ടായിരുന്നു വരവേറ്റത്. 10 മക്കൾക്ക് തുല്യമാണ് ഒരു മരം എന്ന സന്ദേശം നൽകിക്കൊണ്ടായിരുന്നു +1 കുട്ടികൾക്ക് എല്ലാ +2 വിദ്യാർത്ഥികളും ആര്യവേപ്പിൻ തൈകൾ സമ്മാനിച്ചത്. തുറന്ന മൈതാനത്ത് 520 കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു. മരങ്ങളുടെ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്ന ഗാനാലാപന പശ്ചാത്തലത്തിലായിരുന്നു വിദ്യാർത്ഥികൾക്ക് തൈകൾ നൽകിയത്. പ്രവേശനോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം PTA പ്രസിഡന്റ് M. ഉമാശങ്കർ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിനെ പറ്റിയും ക്ലബ്ബുകളെ പറ്റിയും വിദ്യാർത്ഥികൾ സ്കൂളിൽ അനുവർത്തിക്കേണ്ട അച്ചടക്കത്തെ പറ്റിയുമെല്ലാം പ്രിൻസിപ്പൽ PV ശൈലജയും വിശദീകരിച്ചു. പ്രധാനാധ്യാപകൻ E. ഉണ്ണികൃഷ്ണൻ, സീനിയർ അധ്യാപിക ബിന്ദു, SMC ചെയർമാൻ PM മോഹൻദാസ്, ശതാബ്ദി ആഘോഷ സോവനീർ കമ്മിറ്റി അംഗം രേവതി വേണു, സ്റ്റാഫ് സെക്രട്ടറി ജലജ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. നിങ്ങൾ നമ്മുടെ സ്കൂളുമായിട്ട് നിരന്തരമായി സമ്പർക്കം ഉണ്ടാക്കണം. അധ്യാപകരുമായിട്ട് നിരന്തരമായി നിങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എന്താ അറിയോ, നമ്മുടെയാണ് കുട്ടികൾ അല്ലേ, ഞങ്ങളുടെയാണ് കുട്ടികൾ. അപ്പോൾ ഈ പ്രായത്തിൽ ഈ ടീനേജിൽ ഏത് മേഖലയിലേക്ക് വേണം തിരിയാൻ പറ്റുന്ന ഒരുപാട് അനുഭവങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങൾ അവിടെ ഉണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. അവിടേക്ക് ഒന്നും തിരിയാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മക്കൾ എത്തിച്ചേരുന്നുണ്ടോ എന്നുള്ള കാര്യം നിരന്തരമായി നിങ്ങൾ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കണം, നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് എല്ലാ ദിവസവും പറ്റുമെങ്കിൽ എല്ലാ ദിവസവും നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന ക്ലാസ് അധ്യാപകരുമായിട്ട് സമ്പർക്കം ഉണ്ടാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. നമ്മുടെ കുട്ടികളെ നിങ്ങൾ വിശ്വസിക്കണം, പൂർണ്ണമായി വിശ്വസിക്കണം. ആ വിശ്വാസമാണ് അവരിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരു കാര്യം കണ്ണു മറച്ച് വിശ്വസിക്കരുത്. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് നിങ്ങൾ ധരിക്കരുത്. സ്കൂൾ PTA, SMC, സ്കൂൾ വികസന സമിതി, നിറവ് ശതാബ്ദി ആഘോഷ കമ്മിറ്റി എന്നിവരുടെയും അധ്യാപകരുടെയും എല്ലാം നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ. സ്കൂൾ നിലവിൽ ശതാബ്ദി ആഘോഷ നിറവിലാണ്. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി കൂടിയായിരുന്നു വൃക്ഷത്തൈകളുടെ വിതരണം നടത്തിയത്. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിൽ പുതിയ ക്രോസിംഗ് സ്റ്റേഷനുകളുടെ സർവേ നടപടികൾ തുടങ്ങി. പട്ടാമ്പി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കുലുക്കല്ലൂരിലും മലപ്പുറത്തെ മേലാറ്റൂരിലുമാണ് ക്രോസിംഗ് സ്റ്റേഷൻ അനുവദിച്ചിട്ടുള്ളത്. കുലുക്കല്ലൂരിൽ നിർമ്മാണ പ്രവൃത്തികൾക്കായി 16.15 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയിൽ കൂടുതൽ ക്രോസിംഗ് സ്റ്റേഷനുകൾ വേണമെന്നത് യാത്രക്കാരുടെ ഏറെക്കാലത്തെ ആവശ്യമാണ്. നിലവിൽ ഷൊർണൂരിൽ നിന്നും തീവണ്ടി എടുത്താൽ 28 കിലോമീറ്റർ അകലെയുള്ള അങ്ങാടിപ്പുറത്തും അവിടെ നിന്ന് 28 കിലോമീറ്റർ അകലെയുള്ള വാണിയമ്പലത്തും മാത്രമാണ് ക്രോസിംഗ് സൗകര്യമുള്ളത്. പാതയിൽ എന്തെങ്കിലും അപകടങ്ങളോ മറ്റോ ഉണ്ടായാൽ ഇത് വലിയ പ്രതിസന്ധിക്ക് ഇടവരുത്തിയിരുന്നു. ഇതിനൊരു പരിഹാരം കൂടിയാണ് പുതിയ ക്രോസിംഗ് സ്റ്റേഷനുകൾ.
ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ കൂടുതൽ തീവണ്ടികൾ ഈ പാതയിൽ ഓടിക്കുന്നതും പരിഗണിക്കും. മാത്രവുമല്ല 2 ദിശയിലേക്കും കൂടി ഒരേ സമയം 5-6 തീവണ്ടികൾ ഓടിക്കുവാനും സാധിക്കും. ഷൊർണൂരിൽ നിന്നും പോകുന്ന മറ്റു തീവണ്ടികൾക്ക് എത്തിപ്പെടാവുന്ന തരത്തിൽ സർവീസുകളുടെ സമയക്രമം പുനഃക്രമീകരിക്കുവാനും കഴിയും. നിലവിൽ 14 പാസഞ്ചർ ട്രെയിനുകളാണ് ഇതിലൂടെ സർവീസ് നടത്തുന്നത്. ഇതിനു പുറമെ അങ്ങാടിപ്പുറം FCI ഗോഡൌണിലേക്കുള്ള ഗുഡ്സ് വണ്ടികളും സർവീസ് നടത്തുന്നു. കുൽക്കല്ലൂരിലും മേലാറ്റൂരിലുമാണ് നിലവിൽ ക്രോസിംഗ് സ്റ്റേഷൻ അനുവദിച്ചിട്ടുള്ളത്. കുൽക്കല്ലൂരിൽ 16.15 കോടി രൂപയാണ് ക്രോസിംഗ് സ്റ്റേഷൻ നിർമ്മാണത്തിനായി വകയിരുത്തിയിട്ടുള്ളത്. നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സർവേ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതോടൊപ്പം തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥർ സ്റ്റേഷനുകളിൽ പരിശോധനയും നടത്തി. വിളയൂർ പഞ്ചായത്തിൽ ഗ്രാമസഭകൾ തുടങ്ങി. നീർത്തടാധിഷ്ഠിത സംയോജിത ഭൂവികസന പദ്ധതിയുടെ ഭാഗമായാണ് ഗ്രാമസഭകൾ നടത്തുന്നത്. 10ാം വാർഡിൽ നടന്ന ഗ്രാമസഭ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ A. സാബിറ ഉദ്ഘാടനം ചെയ്തു. വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ നീർത്തടാധിഷ്ഠിത സംയോജിത ഭൂവികസന പദ്ധതിയുടെ ഭാഗമായാണ് 10ാം വാർഡ് ഗ്രാമസഭ ചേർന്നത്. ഇതോടൊപ്പം SSLC+2 ഉന്നത വിജയികൾക്കുള്ള അനുമോദന സദസ്സും നടന്നു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ അതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ തൊഴിലുറപ്പിന്റെ സഹായമുണ്ട്, കൃഷി വകുപ്പിന്റെ സഹായമുണ്ട്, മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹായമുണ്ട്. അതിന്റെ കൂടെ നമ്മളുടെ ഒരു ചെറിയ പിന്തുണയും കൂടെ ഓരോ ആളുകളുടെ പിന്തുണയോട് കൂടി നമ്മുടെ പഞ്ചായത്തിലെ വിളയൂർ പഞ്ചായത്തിലെ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഒന്നും കൂടെ മികച്ച രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമുക്കറിയാം ഇന്ന് കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ മക്കൾക്കൊന്നും അറിയുന്ന മുതിർന്ന ആളുകള് വിളയൂരുള്ള ആളുകളും പല ആളുകളും കൃഷി പാരമ്പര്യമുള്ള ആളുകളായിരിക്കും, നിലവിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. പണ്ട് കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൃഷിയിൽ നിന്നും ആളുകൾ പിറകോട്ട് പോകുന്ന ഒരവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ കാലം ഓരോ വർഷം കൂടി വരുമ്പോഴും ചൂട് കൂടി വരികയാണ് അല്ലെ. നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും താപനില കൂടിയ ജില്ലയായിട്ട് നമ്മുടെ പാലക്കാട് ജില്ല നമ്മൾ വേനൽക്കാലത്ത് ഓരോ വാർത്തകളിലും അല്ലെങ്കിൽ നമ്മൾ പത്രത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പാലക്കാട് ജില്ലയിലെ ചൂട് കൂടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇത് കൃഷി ആണെങ്കിലും മരങ്ങളുടെ നശിപ്പിക്കലാണെങ്കിലും മരം വെച്ച് പിടിപ്പിക്കുന്നതിനുള്ള ഒരു പിറകോട്ട് പോക്കൊക്കെ ഇതിന് കാരണമായിട്ടുണ്ട്. വാർഡ് മെമ്പർ ടി ഷാജി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS സരിത, C ഹരിദാസൻ, NK മുഹമ്മദ് റാഫി, O ശശി, കാർത്തിയായനി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നേപ്പാളിൽ വെച്ചു നടന്ന യോഗാസന ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി നാടിനാകെ അഭിമാനമായി മാറുകയാണ് മുഹമ്മദ് മൊഹസിലും തേജശ്രീയും അഭിനവും. തൃത്തല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മൂവരും. ചങ്ങരംകുളത്ത് നടന്ന സംസ്ഥാനതല യോഗ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തായിരുന്നു മൂവരുടെയും തുടക്കം. ഇവിടെ നിന്നും ഡൽഹിയിൽ നടന്ന നാഷണൽ ലെവൽ യോഗ ചാമ്പ്യൻഷിപ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഈ മത്സരങ്ങളിലെല്ലാം കാഴ്ചവെച്ച മികച്ച പ്രകടനമാണ് ഇവരെ ഇന്തോ നേപ്പാൾ സ്കൂൾ ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച യോഗാസന മത്സരത്തിന് അർഹയാക്കിയത്. നാടിന് അഭിമാനമായ നേട്ടം കൈവരിച്ച ഇവർക്ക് ഇപ്പോൾ നാടിന്റെ അഭിനന്ദന പ്രവാഹമാണ്. യോഗാധ്യാപകൻ ആലങ്കോട് സുരേഷ് ആണ് ഇവരുടെ പരിശീലകൻ. ഇവരോടൊപ്പം ഈ വിദ്യാലയത്തിലെ തന്നെ OS ആര്യയും ഈ നേട്ടം കൈവരിച്ചിരുന്നു. സ്കൂൾ ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റി ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ നടത്തുന്ന മത്സരങ്ങളിലാണ് കുട്ടികൾ തൃത്തല സ്കൂൾ 6 കുട്ടികൾ പങ്കെടുത്തത്. അതിൽ 6 പേർക്കും ഗോൾഡ് മെഡൽ കിട്ടിയെന്നുള്ള ഏറെ സന്തോഷകരമായ കാര്യമാണ്. അതിൽ 3 പേരാണ് തേജശ്രീ, നഴ്സിൽ, അഭിനവ്. ഇവർ ഇതുപോലെ തന്നെ ഒരു 2 വർഷമായിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ 800 ചില്ലറ കുട്ടികളുണ്ട്. അതിൽ നിന്ന് ഒരു 5-10 പേരാണ് നന്നായി യോഗ ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടിയിട്ടുള്ള കുട്ടികൾ. അവരെ സെലക്ട് ചെയ്തുകൊണ്ടാണ് ഈ മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ചത്. വളരെ നന്നായി അവർ ചെയ്തു. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇപ്പോൾ അവർക്ക് നമ്മുടെ കേരള സർക്കാരിൽ തന്നെ ഈ യോഗ സ്പോർട്സ് അംഗീകരിച്ചതിന് ശേഷം ഒരുപാട് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഒരു വിഭാഗം തന്നെയാണ് SADFൻ്റെ മത്സരങ്ങൾ. അപ്പോൾ അതിൽ ഇൻ്റർനാഷണൽ ലെവൽ വരെ ഈ വർഷം ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്ന് തന്നെ ഇത്രയും കുട്ടികൾക്ക് ഒരു ഗോൾഡ് മെഡൽസ് കിട്ടുന്നത്. ഞങ്ങളെല്ലാവരും ഏറെ സന്തോഷകരമായിരിക്കുകയാണ്. പേര് 3 വയസ്സ്. ഞാൻ TMS സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ 7th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഞാനിപ്പോൾ യോഗ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറാണ് സുരേഷ് സാറാണ് ഞാൻ യോഗ ചെയ്യിപ്പിക്കാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ഇത് യോഗ ഫസ്റ്റ് അടിച്ച് വന്നോക്കുമ്പോൾ രാജേഷ് സിസ്റ്റർ വരെ വീട്ടിൽ വന്ന് എനിക്ക് മൂവ്മെൻറ്റേഴ്സ് തന്നു. അതുപോലെ ബെൽട്രാം അത് വന്ന് വീട്ടിൽ വന്ന് തന്നു. പിന്നെ അതുപോലെ ഡൽഹി പോയി, അവിടെ പോയിട്ട് ഫസ്റ്റ് അടിച്ച്. പേര് തേജശ്രീ. ഞാൻ 7ൽ പഠിക്കുന്നു.
മാഷാണ് എനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് പറഞ്ഞ് എന്നെ കയറ്റിയത് തന്നെ മാഷാണ്. മാഷ് കാരണമാണ് ഞാനിപ്പോൾ ഈ ഒരു നിലയിലെത്തിയത്. മാഷില്ലെങ്കിൽ എനിക്കിങ്ങനൊരു കഴിവുണ്ടായിരുന്നില്ല എന്നല്ല. എല്ലാ ടീച്ചേഴ്സും എനിക്കിങ്ങനെ ഒരു കഴിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടീച്ചേഴ്സ് എന്നെ കുറ്റപ്പെടുത്തിയിരുന്നു. പക്ഷേ മാഷ് എന്നെ അതിൽ നിന്ന് കുറച്ച് ദിവസമായി മാഷ് വിളിക്കുക. 5 തൊട്ട് എന്നെ വിളിച്ച് 5ാം ക്ലാസ്സിൽ മാഷിനെ വിളിച്ചായിരുന്നു. പക്ഷേ ഞാൻ അപ്പം ചെന്നില്ല. പക്ഷേ 6 വിളിച്ചപ്പോൾ ഞാൻ പോയി. അപ്പോൾ എൻ്റെ പേര് അഭിനവ് എന്നാണ്. ഞാൻ TMS സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ യോഗ ഉണ്ടായിരുന്നു. 4ാം ക്ലാസ് മുതലായിരുന്നു ഞാൻ യോഗയ്ക്ക് ചേർന്നത്. അപ്പോൾ സാറ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പോഴാണ് ഇങ്ങനെ സ്റ്റേറ്റ് ഉണ്ട്, ഇൻ്റർനാഷണൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിന് പ്രാക്ടീസ് ചെയ്യും മാഷ് പറഞ്ഞിട്ട്. എന്നിട്ട് സ്റ്റേറ്റ് പോയി. അപ്പോൾ എനിക്ക് സെക്കൻഡ് ആയിരുന്നു. പിന്നെ നാഷണൽ പോയി, അപ്പോഴും സെക്കൻഡ്. പിന്നെ ഇൻ്റർനാഷണൽ പോയപ്പോൾ. ഇതോടെ നിളകര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.